ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബീഫും കിഴങ്ങൊക്കെ വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം. അപ്പോൾ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓനിയൻ കട്ട് ചെയ്തതും അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് പതിയൊന്ന് മൊരിയിപ്പിച്ച് എടുക്കണം. ഇതൊന്ന് ഇളക്കി കൊടുത്ത് പതിയൊന്ന് മൊരിയിപ്പിച്ചിട്ട് എടുക്കണം. അപ്പോൾ ഇത് സവാള നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച ബീഫ് കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ബീഫ് വേവിച്ചപ്പോൾ ഇതിൽ ബീഫിൻ്റെ ഉള്ളിൽ വെള്ളത്തിൻ്റെ അംശമുണ്ട്. അപ്പോൾ നമുക്ക് ഈ വെള്ളത്തിൻ്റെ അംശം പോകുന്നത് വരെ നന്നായിട്ട് ഇതൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഇളക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതാ വെള്ളം വറ്റി വന്നുണ്ട്. അപ്പോൾ നമുക്കതിനനുസരിച്ചിട്ട് ഇത് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. അപ്പോൾ ഇത് ബീഫൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി പതിയൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 സ്പൂൺ ടർമറിക് പൗഡറാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1 സ്പൂണോ അല്ലെങ്കിൽ ഒരു 1.5 സ്പൂണോളം പെരുംജീരകം ചതച്ചതാണ്. അതുകൂടി ഒന്ന് ഇട്ടിട്ട് നമുക്കിതൊന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് കോക്കനട്ട് ഓയിലാണ്. നമ്മൾ ബീഫ് റോസ്റ്റ് ചെയ്യുമ്പോൾ അതൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത് ബീഫ് നേരത്തിനേക്കാളും നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പൊട്ടറ്റോ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ പൊട്ടറ്റോ വേകുന്നത് വരെയും ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി എടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതാ പൊട്ടറ്റോ പതിയൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്നുകൂടി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ പൊട്ടറ്റോ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 സ്പൂണോളം ക്രഷ് ചെയ്ത ചില്ലി പൗഡറാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 സ്പൂൺ ചില്ലി പൗഡർ കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ 1/2 സ്പൂൺ കൊറിയാണ്ടർ പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ആ മസാല എല്ലാ ഭാഗത്തേക്ക് നന്നായിട്ട് പിടിക്കണ വിധം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക.
അപ്പോൾ ഇത് മസാലയൊക്കെ ഇതിലേക്ക് നന്നായിട്ട് പിടിച്ചു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ക്യാപ്സിക്കം ഒന്ന് വേകുന്ന വരെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ നമുക്കിത് വീണ്ടും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ക്യാപ്സിക്കവും പൊട്ടറ്റോയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഞാൻ നേരത്തെ ബീഫ് വേവിച്ചപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഉപ്പ് ഇടാതിരുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ടെടുക്കാം. ഉപ്പ് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ആക്കത്തക്ക വിധം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒഴിക്കണില്ല. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. വളരെ ടേസ്റ്റിയും വെറൈറ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ മിക്കവരും തന്നെ ബീഫ് വെറുതെ ആയിരിക്കും റോസ്റ്റ് ചെയ്യുക. കിഴങ്ങ് കൂടി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസൊക്കെ താഴെ ഒന്ന് രേഖപ്പെടുത്തുക. സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.